നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത സുരക്ഷയിൽ ഗ്യാൻവാപ്പി മസ്ജിദിലെ അറയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പൂജ തുടരുന്നു. സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിൽ നിയമോപദേശം തേടിയ മുസ്ലിം വ്യക്തി ഇപ്പോൾ രാഷ്ട്രപതിയെ കാണാനും സമയം തേടി. ഇതിനിടെ താജ്മഹലിലെ ഉറൂസ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആഗ്ര കോടതിയിൽ ഹർജി എത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വൻ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് വാരണാസിയിലെ പൂജ തുടരുന്നത്. ഇന്നലെ മാത്രം 40,000-ഓളം പേർ മസ്ജിദിലെ അറയിൽ ദർശനത്തിന് എത്തിയെന്ന് ഹിന്ദു വിഭാഗം പറഞ്ഞു. പൂജയ്ക്ക് താൽക്കാലിക സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ കോടതി ഉത്തരവിനെതിരെ നിയമ പോരാട്ടം ശക്തമാക്കുകയാണ് പള്ളി കമ്മിറ്റിയും മുസ്ലിം വ്യക്തി ബോർഡും. അഭിഭാഷകരുമായി ബോർഡ് നേതാക്കൾ ഇന്നലെയും ചർച്ച നടത്തി. കാശിയിലും മധുരയിലും ജില്ലാ കോടതി ഇടപെടൽ തടയണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം അട്ടിമറിക്കുന്നുവെന്ന വാദമാണ് ബോർഡ് ഉന്നയിക്കുന്നത്. നിലവറയിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ പള്ളിയുടെ ഗ്രില്ലുകൾ തകർത്തുവെന്നും പള്ളി കമ്മിറ്റി ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഒരിഞ്ച് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് പള്ളി കമ്മിറ്റി. അയോധ്യയിലേതിന് സമാനമായി വരും ദിവസങ്ങളിൽ ഓരോ മേഖല കയ്യേറി പള്ളി കൈയെടുക്കുമോ എന്ന ആശങ്കയും മുസ്ലിം സമുദായത്തിനുണ്ട്. കടുത്ത എതിർപ്പുകളാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വാരണാസിയിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും കടകൾ അടച്ചു പ്രതിഷേധിച്ചു. കടുത്ത പ്രതിഷേധമാണ് വാരണാസിയിലെ വ്യാപാരികളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും പുറത്തു വരുന്നത്. സമാധാനപരമായി പോയ ഒരു പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ചിലർ ശ്രമിക്കുന്നുവെന്ന് നിഷ്പക്ഷരായ ആളുകൾക്കും അഭിപ്രായമുണ്ട്. മേഖലയിലാകെ ഡ്രോൺ നിരീക്ഷണവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ താജ്മഹലിനെതിരെയും ഹിന്ദു മഹാസഭ ഹർജി നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താജ്മഹലിലെ ഉറൂസ് ആഘോഷത്തിനെതിരെ ഹിന്ദു മഹാസഭയാണ് കോടതിയിൽ ഹർജിയുമായി എത്തിയത്. ഉറൂസിന് നിരോധന ഉത്തരവ് ആവശ്യപ്പെട്ടാണ് ഹർജി. ഉറൂസ് താജ്മഹലിൽ സൗജന്യ പ്രവേശനം നൽകുന്നതിനെയും ഹർജിയിൽ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. അയോധ്യയ്ക്ക് ശേഷം കൂടുതൽ സ്ഥലങ്ങളിലെ തർക്കം കോടതിയിലേക്ക് എത്തുന്നതും BJP സർക്കാരുകളുടെ പിന്തുണ ഇതിന് കിട്ടുന്നതും ദേശീയ തലത്തിൽ ന്യൂനപക്ഷ സംഘടനകളുടെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കുകയാണ്. ഇത്തരത്തിൽ മുസ്ലിം പള്ളികൾക്കും മറ്റുമെതിരെയുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്ന ആരോപണവും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്.